ഹലോ വെൽക്കം ബാക്ക് ഷഹാന മിസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള പുതിയൊരു വീഡിയോയുമായിട്ടാണ്. കസ്റ്റേർഡ് ഉണ്ടാക്കുന്ന വീഡിയോസാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് അടിച്ച് ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ ഞാൻ കസ്റ്റേർഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അതിക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ ആപ്പിൾ എടുത്തിട്ടുണ്ട്, മാങ്ങ, മുന്തിരി, പഴം, ഇങ്ങനെയുള്ള കുറച്ച് ഫ്രൂട്ട്സാണ് കേട്ടോ. ഒരുപാട് എടുത്തിട്ടില്ല, കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ മുന്തിരി നിങ്ങൾ കണ്ടില്ലേ, അത്യാവശ്യം നല്ല ഇതുണ്ട്, അതിൽ വെള്ള കളറുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളത് ഇത്രയും നല്ല രീതിയിൽ നല്ല ഹെൽത്തി ഫുഡാക്കി ഉണ്ടാക്കുമ്പോൾ നല്ല ക്ലീൻ ആക്കാണ്ട് അതിലുള്ള വിഷാംശങ്ങളൊക്കെ ഒഴിവാക്കാതെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഫുഡിൻ്റെ ആ ഒരു ഹെൽത്തി അങ്ങോട്ട് നഷ്ടപ്പെടും. അപ്പോൾ നന്നാക്കിയിട്ട് ഫ്രൂട്ട്സൊക്കെ എടുക്കുമ്പോൾ നന്നാക്കി കഴുകി കഴിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആപ്പിൾ ഇങ്ങനെ തോലൊക്കെ കളഞ്ഞു ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അനാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. രണ്ട് അനാർ, എല്ലാം 2 ആട്ടോ എടുത്തിട്ടുള്ളത്. മാങ്ങ 2, പഴം ഞാൻ 4 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഫ്രൂട്ട്സ് കുറച്ച് ഓവറായോ തോന്നി. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഫ്രൂട്ട്സ് എടുത്താൽ മതി കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാം. അതിനനുസരിച്ച് പാലിൻ്റെയും കസ്റ്റേർഡ് പൗഡറിൻ്റെ ഒക്കെ അളവ് കൂട്ടിയാൽ മതി. അപ്പോൾ ഞാൻ ഒരു 4 പഴം എടുക്കാൻ വിചാരിച്ചു. പിന്നെ ഞാൻ വേണ്ട 3 പഴം എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആപ്പിൾ 2 എടുത്തിട്ടുണ്ട്, അനാർ 2 എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 500 ഏകദേശം അത്രയും മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓവർ പുളിവുള്ള ഫ്രൂട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ആഡ് ചെയ്യണ്ട കേട്ടോ. കാരണം നമ്മൾ കസ്റ്റേർഡ് പറഞ്ഞാൽ കുറച്ചൊരു മധുരം നല്ല അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആയിരിക്കും കസ്റ്റേർഡിന് ഉണ്ടായിരിക്കുക. അപ്പോൾ ഓവർ പുളിവുള്ളതൊന്നും ഫ്രൂട്ട്സുകളൊന്നും അങ്ങനെ ആഡ് ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ നമ്മൾ കസ്റ്റേർഡിൽ എല്ലാ ഫ്രൂട്ട്സും നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ഞാനിതാ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാങ്ങ, അനാർ, പഴം, അതുപോലെ മുന്തിരി, ആപ്പിൾ എല്ലാം കട്ട് ചെയ്ത്. മുന്തിരി ഇതുപോലെ നമ്മൾ ഇതിലേക്കുള്ള കുരുവില്ലാത്ത മുന്തിരി നിങ്ങൾ ഇതിലേക്ക് കസ്റ്റേർഡിലേക്ക് ഇടാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. കുരുവുള്ള മുന്തിരി ഇടാറില്ല, കുരുവില്ലാത്ത കുരുവുള്ള മുന്തിരി ഇട്ട് കഴിഞ്ഞാൽ കസ്റ്റേർഡിനൊരു ചെറിയൊരു മാറ്റം എനിക്ക് തോന്നുന്നു. ഞാൻ ഇതുപോലെ കുറേ മുൻപേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അതുപോലെ കുരുവില്ലാത്ത മുന്തിരി, ഇതുപോലെ കുറച്ച് കനമുള്ള മുന്തിരി ഉണ്ടല്ലോ, അതെടുത്തിട്ട് 3 കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കട്ടെ. പിന്നെ ഞാനിപ്പോൾ ഈ കട്ട് ചെയ്യുന്നത് ആപ്പിളാണ് കേട്ടോ. ഇതേപോലെ ചെറുതാക്കി സ്ലൈസ് ആക്കിയിട്ട് വേണം കേട്ടോ ഇടാൻ. പിന്നെ ഞാനിതാ പാല്, നമ്മുടെ കസ്റ്റേർഡ് മിക്സ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ അതിക്ക് ഞാൻ 2 പാക്കറ്റ് പാലാണ് കേട്ടോ എടുക്കുന്നത്. നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് പാല് കൂട്ടാം, കുറച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയായി പോവും. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്കനുസരിച്ചൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ കസ്റ്റേർഡ് പൗഡർ ഞാൻ ആ പാലിൽ നിന്ന് കുറച്ച് പാല് മാറ്റി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു കപ്പ് പാല് ഞാൻ മാറ്റിയിട്ട് കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ എടുത്തത്. പിന്നെ ഞാൻ സേമിയ അതേ സമയത്ത് തന്നെ സേമിയ എടുത്തിട്ട് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലോട്ട് ഞാൻ സേമിയ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സേമിയ ഇടാം, അതൊന്നും നമ്മുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ. സേമിയ ഇടുന്ന താല്പര്യമില്ലാത്തവർക്ക് ഇടണ്ട. ഞാൻ കസ്റ്റേർഡ് പൗഡർ ഏകദേശം 4 സ്പൂണ് കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അളവിനനുസരിച്ചാണ് കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുക്കേണ്ടത്. എനിക്കിവിടെ 4 സ്പൂണാണ് എടുക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ പാലിൽ തന്നെ മിക്സ് ചെയ്തു. പാൽ ഏകദേശം വെന്ത് തുടങ്ങുന്ന സമയത്ത് വേണം ഇത് ഇട്ട് കൊടുക്കാൻ. ഇത് നമ്മൾ കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഇങ്ങനെ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലാണ്ടെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ ഷുഗർ, അതായത് പഞ്ചസാര ഞാൻ ഇതിലോട്ട് തീരെ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ഇതാണ് കണ്ടൻസ് മിൽക്കാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കണേ. അതൊക്കെ ഓക്കെ ആയി ഞാനത് മാറ്റി വെച്ചു കേട്ടോ. നമ്മുടെ പാലൊക്കെ ഓക്കെ ആയി സെറ്റായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ കാണിച്ചത് അണ്ടിപ്പരിപ്പാണ് കേട്ടോ. ഞാൻ അണ്ടിപ്പരിപ്പ് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട്, അതായത് ഇപ്പോൾ ബദാം ഇട്ട് കൊടുക്കുക, ഇതുപോലെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക, ഇതൊക്കെ കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കുക, അതൊക്കെ ചെയ്യുക കേട്ടോ. നമ്മുടെ ഇഷ്ടം പോലെയാണ് നമുക്ക് എന്ത് ആഡ് ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാൻ ഒരു പാത്രത്തിലോട്ട് നമ്മുടെ ഈ ഏകദേശം കസ്റ്റേർഡ് ഇട്ട് നമ്മൾ പാല് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്തതിലേക്ക് നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഞാൻ എല്ലാം ഒരുമിച്ചൊരു വലിയൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്യാണ് കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കസ്റ്റേർഡ് ഒഴിച്ചതിന് ശേഷം പിന്നെ ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് ഇവിടെ ഏകദേശമൊക്കെ റെഡിയായി.
പിന്നെ നിങ്ങൾ മധുരം ഉണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ.